നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇൻ ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിഴിയോരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഴിയോരത്തിൻ്റെ ലാസ്റ്റ് സെഗ്മെൻ്റായ സദസ്സിലേക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ സമർത്ഥയും പിന്നെ എന്താ പറയുക, സാരഥിയിൽ നല്ലൊരു അതിഥി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അല്ലെ. നമ്മുടെ മക്കളെ എങ്ങനെയൊക്കെ ഇപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പാരൻസ് ആണെങ്കിലും അവർ തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന നല്ലൊരു അതിഥി ഉണ്ടായിരുന്നു സാരഥിയിൽ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗെയിം ഷോ ആയിട്ടുള്ള സദസ്സിലെ കുറച്ച് നേരം കുറച്ച് നല്ല പാട്ടുകളൊക്കെ പാടാനും കേൾക്കാനൊക്കെ റെഡി ആയിട്ട് എല്ലാവരും ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഞാനും റെഡിയാണ് ഇന്നത്തെ ഗെയിമുമായിട്ട്. ഗെയിം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ വിന്നറിന് കിട്ടാൻ പോകുന്ന പ്രൈസിനെ കുറിച്ച് പറയാം. മറ്റൊന്നുമല്ല, അൽനാദയിലെ ഹൈവേ റെസ്റ്റോറൻറ്റ് സ്പോൺസർ ചെയ്യുന്ന ഫുഡ് കൂപ്പണാണ് ഇന്നത്തെ സദസ്സിൻ്റെ വിന്നറിന് കിട്ടാൻ പോകുന്നത്. ഞാൻ എന്നും പറയാറുള്ളതാണ് അല്ലേ ഹൈവേലത്തെ ഫുഡിനെ പറ്റി, കാരണം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എന്താ പറയുക, ഞാനൊക്കെ പോയി ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഫാമിലിയൊക്കെ ആയിട്ട് പോകാവുന്ന ഒരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈവേ നിങ്ങൾക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്തത്. ഹൈവേ സ്പോൺസർ ചെയ്യുന്ന ഒരു ഫുഡ് കൂപ്പൺ തന്നെയാണ് ഇന്നത്തെ വിന്നറിന് കിട്ടുന്നത്. എന്തായാലും ഗെയിമിനെ കുറിച്ച് പറയാം. സമയം ഒട്ടും കളയുന്നില്ല, ആ കൂടെ അരമണിക്കൂർ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 5 ഫിലിംസിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് തരാണ്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളൊരു ഗെയിമും കൂടിയാണ്, എല്ലാവരും ആൻസർ ചെയ്തിട്ടുള്ള ഒരു ഗെയിമുമാണ്. 5 ഫിലിംസിൻ്റെ പേരാണ് തരുന്നത്. ഈ 5 ഫിലിമിലെയും ഓരോ ഫിലിം സോങ്സ് മലയാളം ഫിലിംസ് ആണ് കേട്ടോ. 5 ഫിലിമിലെയും ഓരോ പാട്ടുകൾ വീതം നിങ്ങൾ പെട്ടെന്ന് പാടിത്തരണം. ഓക്കെ, അധികം നേരം ഒന്നും ആലോചിക്കാതെ ആരാണോ പെട്ടെന്ന് പാടുന്നത് അവർക്കായിരിക്കും വിന്നർ. ഓക്കെ, നന്നായി പാടാൻ കഴിവുള്ളവരും പാടിത്തരും വേണം കേട്ടോ. ചിലർ എന്താ പറയുക മടിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും പാടാൻ കഴിയുന്നവരാണെങ്കിൽ അവർ നന്നായിട്ട് പാടിത്തരാം. അപ്പോൾ എന്തായാലും എല്ലാവരും റെഡിയാണല്ലോ, വിളിച്ചു തുടങ്ങാം താഴെ കാണുന്ന നമ്പറിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ സദസ്സിന് ആദ്യത്തെ കോളർ ഉണ്ടോ നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ, ഇല്ല. എല്ലാവരും പെട്ടെന്ന് വിളിച്ചു തുടങ്ങാം കേട്ടോ. ഇന്നത്തെ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റി പറയുകയാണെങ്കിൽ പഴയതും പുതിയതുമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ചോദ്യങ്ങൾ മീൻസ് ഫിലിംസ് ആണ്. അതായത് പഴയ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പഴയത്, ഇപ്പം എന്താ പറയുക ചെമ്മീൻ്റെ കാലഘട്ടത്തിലെ പാട്ടുകളൊന്നുമല്ല. പക്ഷെ എന്നാലും നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ തിളങ്ങി നിന്നിരുന്ന ആ ഒരു 80കളിലെയും 90കളിലെയും പാട്ടുകളും, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഫിലിംസിലത്തെ എന്താ പറയുക മമ്മൂക്കയുടെ മകൻ ദുൽഖറിൻ്റെയും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ മോനെ അഭിനയിച്ച് തുടങ്ങിയിട്ടില്ല, എന്തായാലും ഫിലിം ഫീൽഡിലേക്ക് വരുന്നുണ്ടെന്ന് കേൾക്കണു. അപ്പോൾ എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ നിവിൻ പോളിയുടെ ഒരു കാലഘട്ടം എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു ജനറേഷനിലെ പാട്ടുകളും അങ്ങനത്തെ ഫിലിംസൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല പാട്ടുകൾ പാടാനായിട്ട്. ഇഷ്ടംപോലെ പാട്ടുകൾ ഓർമ്മ വരികയാണെങ്കിലും ഒരു പാട്ട് മാത്രമേ വേണ്ടൂ കേട്ടോ. അപ്പോൾ ഗെയിം എല്ലാവർക്കും മനസ്സിലായല്ലോ, കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പ്രൈസും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി വിളിച്ചു തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ 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 ഇല്ല, മിണ്ടുന്നില്ലല്ലോ. ഹലോ ഹലോ, ഇതാരാണ്? രേഷ്മയാണ്. രേഷ്മ എത്ര നേരം ടി വിയിൽ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നോ? കേൾക്കുന്നില്ല, ഈശ്വര. ഓക്കെ, കൺഫ്യൂഷൻ ആയി പോയില്ലേ. ഓക്കെ, നോ പ്രോബ്ലം. ഇപ്പൊ എന്തായാലും രണ്ടുപേരും പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നുണ്ടല്ലോ, സമാധാനം. ഓക്കെ, രേഷ്മയുടെ ഫുൾ നെയിം ഒന്ന് പറയാമോ? രേഷ്മ റെജിയാണ്. രേഷ്മയ്ക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, കിട്ടിയിട്ടില്ല. അപ്പൊ മറ്റേ രേഷ്മയ്ക്കായിരിക്കും അല്ലെ പ്രൈസ് കിട്ടിയത്. അപ്പൊ എനിക്ക് തോന്നുന്നു വേറൊരു രേഷ്മയ്ക്കായിരിക്കും പ്രൈസ് കിട്ടിയത്. ഒരു ദിവസം ഇതുപോലെ തന്നെ നമ്മൾ അതെ ഇതുപോലെ സംസാരിച്ച് ഒരു രേഷ്മയ്ക്ക് പ്രൈസ് കിട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഏത് രേഷ്മയാന്നുള്ളത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് കിട്ടുമോ നോക്കാം. ഇന്നത്തെ ഗെയിം എന്താന്ന് മനസ്സിലായല്ലോ രേഷ്മ? അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ ഫിലിം നീലത്താമര, പുതിയ നീലത്താമര. മോഹിതനായി, അത് തന്നെ. അടുത്ത ഫിലിം കന്മദം. കറക്റ്റ് ആണ്. ഇഷ്ടം. കൊച്ചു പൂമ്പൊടിയായി അതന്നെ, കറക്റ്റ് ആണ്. മീശ മാധവനിൽ ഒരു പാട്ട് പാടൂ പെട്ടെന്ന്. അതെ. അടുത്തത് ലാസ്റ്റ് മൂവി നമ്മുടെ ദിലീപിന്റെ തന്നെ കല്യാണരാമൻ. പോലെ വന്നതെന്തിനാണു നീ. അതെന്നെ, കറക്റ്റ് ആണ് കേട്ടോ രേഷ്മ. എന്നാലും നമ്മുടെ ഫസ്റ്റ് കോളർ ആയിരുന്നു, കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഫ്രൈഡേ സ്പെഷ്യൽ എപ്പിസോഡിലെ ഫസ്റ്റ് കോളർ രേഷ്മയായിരുന്നു. ആദ്യത്തെ കോളർ തന്നെ ഐശ്വര്യമായിട്ട് എല്ലാത്തിനും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത കോളിലേക്ക് കിടക്കാം. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? പേരൊന്നും കൂടെ പറയാമോ?
പ്രജിത അല്ലേ? ഓക്കെ. എന്ത് പറ്റി ഇങ്ങനെ ഫോൺ ഇങ്ങനെ പൊത്തി പിടിച്ചോണ്ടാണോ സംസാരിക്കണേ? എന്തോ ഒരു എന്നാ കോൾഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെയോ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് പോലെ. ഇല്ല, കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ. പ്രജിത എവിടുന്നാ വിളിക്കണേ? സ്ഥലം ഒന്നും കൂടെ പറയാമോ? ഷാർജന്നാണ്. നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ? സാധാരണ പോലെ തന്നെ ചോറും നമ്മുടെ നാടൻ കറികളൊക്കെ ഇട്ട് അല്ലേ? എനിക്കിന്ന് സ്പെഷ്യൽ എന്താന്ന് അറിയില്ല, ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. ഓക്കെ. അപ്പൊ ഞാൻ എന്നാ ഫിലിമിന്റെ പേര് പറയാം. 1983. 1983. അത് തന്നെ. അടുത്ത ഫിലിം അനിയത്തിപ്രാവ്. കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത് വിക്രമാദിത്യൻ. ലേറ്റസ്റ്റ് അല്ല, പുതിയ പടം. ദുൽഖറിന് ഉണ്ട്. അടുത്തത് ചോദിക്കാലോ. എന്നും എപ്പോഴും. ഏതോ മൗനം വിഷു. അതന്നെ, എന്നും എപ്പോഴും. അതിലൊരു പാട്ട് പാടൂ. അത് തന്നെ, കറക്റ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് മൂവി കിളിച്ചുണ്ടൻ മാമ്പഴം. മൂന്നാങ്കിളി നാലാങ്കിളി അഞ്ചങ്കിളിയോ? അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ, അങ്ങനെ എണ്ണിപ്പോവല്ലേ. ഒന്നാങ്കിളി പൊന്നാങ്കിളി വന്നാങ്കിളി വാവിന്മേൽ രണ്ടാങ്കിളി. കൊഴപ്പില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അയ്യോടാ, എന്തായാലും കറക്റ്റ് ആണ്. തെറ്റായി പോയാൽ ഇനി അതുകൊണ്ട് പ്രൈസ് പോണ്ടല്ലോ അല്ലേ? ഓക്കെ പ്രജിത, അപ്പൊ എന്തായാലും കറക്റ്റ് ആണ്. 5 എണ്ണത്തിനും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. താങ്ക് യു. അപ്പൊ എന്തായാലും പ്രജിതയായിരുന്നു. പ്രജിതയും രേഷ്മയും തന്നെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. 2 പേരുടെ പേര് ഞാനിവിടെ ലോട്ടിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? ബിജേഷ് ആണ്. ബിജേഷ് എവിടുന്നാണ്? മുസഫേന്നാണ്. ഓക്കെ. ബിജേഷ് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? എൻടിവിയുടെ ഫാനാണോ? അയ്യോ, ഫാൻ ഒന്നും വേണ്ട. വിജേഷേ, നമുക്കിതാ ഗെയിമിലേക്ക് കിടക്കാം. വീക്കെൻഡ് ആയിട്ട് ഇന്ന് എന്താ സ്പെഷ്യൽ? അതല്ല ഗെയിം, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഇന്ന് ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. എത്രാമത്തെ ബർത്ത്ഡേ ആണെന്ന് ചോദിക്കുന്നില്ല, കാരണം ബർത്ത്ഡേയുടെ അന്ന് വയസ്സ് ചോദിക്കാൻ പാടില്ല എന്നാ പറയാ. അതുകൊണ്ട് തന്നെ ഇനി വിളിക്കുമ്പോ ചോദിക്കാം, കുഴപ്പമില്ല. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് എന്തൊക്കെയായിരുന്നു സെലിബ്രേഷൻസ്? എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഇന്ന് പിറന്നാളാണോ അതോ ബർത്ത്ഡേ ആണോ? അങ്ങനെയൊന്നുമില്ല, ബർത്ത്ഡേ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ബിരിയാണി ഒക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കി ഇരിക്കുകയാണ് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഈ പ്രൈസും കൂടെ കിട്ടുമെന്ന് നോക്കാം. അപ്പൊ ബർത്ത്ഡേക്കാരൻ എത്രത്തോളം ലക്കി ആണെന്ന് ഞങ്ങൾ നോക്കട്ടെ. എന്തായാലും ഞാൻ ഗെയിമിലേക്ക് കിടക്കാണ്. ആദ്യത്തെ ഫിലിം വിസ്മയ തുമ്പത്ത്. അതിലൊരു പാട്ട്. അത് തന്നെ. അതെന്ത് പറ്റി കൊഞ്ചി കൊഞ്ചി പാടാഞ്ഞത്? ലിറിക്സ് കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ് അല്ലെ? ഞാൻ വിചാരിച്ചു ആ പാട്ടിന് അത് കൊള്ളാത്ത പാട്ടാണോന്ന്. ഓക്കെ. അടുത്തത് സമ്മർ ഇൻ ബത്ലഹേം. ഒരു രാത്രി കൂടി ഒരു ഓക്കെ, കറക്റ്റ് ആണ്. അടുത്തത് പറഞ്ഞോട്ടെ. ഹരികൃഷ്ണൻസ്. അന്നാദ്യം കണ്ടതോർമ്മയില്ലേ. അടുത്തത് കൊട്ടാരം വീട്ടിലെ അപ്പുട്ടൻ. അങ്ങനെയൊന്നല്ല. ആയില്യം കാവിലെ വെണ്ണിലാ
ആഹാ, വരിയൊക്കെ മാറ്റി പാടി. ഇത് എഴുതിയ ആള് കേക്കണ്ട കേട്ടോ. അടുത്തത് കാലാപാനി. കാലാപാനിയിലെ ഒരു പാട്ട്. ഞാൻ പറയാം, ലാലേട്ടനും തബു ഒക്കെ അഭിനയിച്ചിട്ടുള്ള പാട്ടുകളുണ്ട്. ക്ലൂ എങ്ങനെയാ തരാ പാട്ടിന്? അയ്യോ, എങ്ങനെയാ തരാ? ഇത്ര കൊറേ പാട്ടുകളുണ്ട്. ഏതെങ്കിലും ഒരു പാട്ട് പാടിയാ മതി ആ ഫിലിമില്, ഏതെങ്കിലും. ആ, പുഴയൊക്കെ ആയിട്ട് ബന്ധം, പുഴയുടെ ഒരു പര്യായമൊക്കെ ആയിട്ട് വരും ഇതിലത്തെ ഒരു പാട്ടിന്റെ ആദ്യത്തെ വേർഡ്. തത്തേനെയൊക്കെ വിളിച്ചിട്ടുള്ള ഒരു പാട്ടുണ്ട്. ഷോ, തത്തേനെ വിളിച്ചിട്ടുള്ള പാട്ട് എന്നൊക്കെ പറയുമ്പോ കലാപാനിയിലെ പാട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിജേഷ് കുഴപ്പമില്ല, എന്തായാലും 4 ആൻസർ പറഞ്ഞില്ലേ. ഏത് പാട്ടായിരുന്നു എന്നറിയോ? ആട്ടിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ, അതിലൊരു തത്തയില്ലേ, ആ തത്തയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുഴപ്പമില്ല, എന്തായാലും വിജേഷ് വിളിച്ചതിൽ സന്തോഷം. അപ്പൊ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ ബിജേഷ് ആയിരുന്നു വിളിച്ചത്, പേരിടയ്ക്ക് മാറിപ്പോന്നു. ബിജേഷ് ആയിരുന്നു. അപ്പൊ ബിജേഷിന് ഞങ്ങളുടെ NTVയുടെ എവിടെയുള്ള എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അടുത്ത കോളിലേക്ക് കിടക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? ആരാണ്? ഷഹീറ. ഷഹീറ പേര് ആലോചിച്ചു പറയുന്നു, എന്തു പറ്റി? ഇല്ല, അങ്ങനെയൊന്നും ആണോ? അതുകൊണ്ട് ടെൻഷൻ ഉണ്ടോ സംസാരിക്കുമ്പോ? എന്തിനാ ടെൻഷൻ അടിക്കണേ ഷഹീറ? ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ എന്നാ ഞാൻ ഗെയിമിലേക്ക് കിടക്കട്ടെ. ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിക്കാൻ പോകുന്നേ ഉള്ളൂ അല്ലെ? ഓക്കെ, നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് കേട്ടോ. ഓക്കെ, ആദ്യത്തെ ഫിലിം അരയന്നങ്ങളുടെ വീട്, അതിലൊരു പാട്ട് പാടാമോ? അടുത്ത ഫിലിം കളിപ്പാട്ടം. കൺമണി നിന്റെ മുന്നിൽ മീട്ടുന്നു ഞാൻ, അത് തന്നെ. അടുത്ത ഫിലിം ദേവദൂതൻ. ദേവദൂതർ പാടി പാലപ്പൂവേ മണത്തിരി കരളിൽ തായോ, മകരം ദം ഞാൻ പകരം നൽകാം. അടുത്തത് ലാസ്റ്റ് മൂവി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലാലേട്ടനും സംയുക്ത വർമ്മയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഫിലിം. അതിലോ ഏതെങ്കിലും ഒരു പാട്ട്? ഒരെണ്ണം. ദാസേട്ടനും സുജാതയൊക്കെ പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്. അത് തന്നെ. അപ്പൊ എന്തായാലും ഷഹീറ കറക്റ്റ് ആണ്. 5 എണ്ണത്തിനും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പേര് ഞാൻ ലോട്ടിൽ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഫ്രൈഡേ ആയിട്ട് എന്തായാലും വിളിക്കുന്ന എല്ലാവരും തന്നെ ഒരു വിധമൊക്കെ കറക്റ്റ് ആൻസർ പറയുന്നുണ്ട് അല്ലെ? കുഴപ്പമില്ല, നല്ല രീതിയിൽ ഗെയിം അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് എന്തായാലും അടുത്ത കോളിലേക്ക് കിടക്കാം. ഹലോ, ഹലോ, ഇതാരാണ്? സുമയാണ്. സുമ എവിടുന്നാണ്? ഓക്കെ, സുമ ആദ്യമായിട്ടാണോ വിളിക്കണേ? ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സുമ നാട്ടിൽ എവിടെയാ സ്ഥലം? എറണാകുളത്താണ്. ഓക്കെ, അപ്പൊ സുമ നമ്മുടെ ഗെയിമിനെ പറ്റി മനസ്സിലായോ ഇന്നത്തെ? അപ്പൊ ഞാൻ ഗെയിമിലേക്ക് കിടക്കാണ്. സുമ, എനിക്ക് ആദ്യം ചെയ്യേണ്ടത് ധ്വനി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഒരു പാട്ട് പാടിത്തരണം. ധ്വനി. ധ്വനി. ആ, ശോഭനയും ജയറാമും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ധ്വനി. പക്ഷെ എന്നാലും അതിലത്തെ പാട്ടുകൾ അത്ര ഫേമസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശോഭന ഡാൻസ് ഒക്കെ കളിക്കുന്ന ശോഭന ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ അതില്, യേശുദാസ് പാടിയിട്ടുള്ളത്.
അറിയില്ല. അടുത്തത് ദോസ്ത്. ദോസ്തിലൊരു താഴമ്പൂവീട് മുത്താരം ചൂടി പിന്നെ അത് തന്നെ. അടുത്തത് തെങ്കാശി പട്ടണം. മഞ്ചാടി തേര്. ഇത് ആരാ പറഞ്ഞു തന്നെ? ഹസ്ബൻഡ് ആണ് അല്ലേ? ഓക്കെ, എന്തായാലും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ജോക്കറിലെ ഒരു പാട്ട് പാടൂ. ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. അത് തന്നെ. ഇനി മഴ. വന്നു നിന്നോർമകളിൽ ശ്യാമവർണ്ണൻ. അത് തന്നെ. ഇനി സുമ ചെയ്യേണ്ടത് ധ്വനിയിലത്തെ പാട്ട് പാടിയില്ല കേട്ടോ. അപ്പൊ 4 പാടിയിട്ടുള്ളൂ. കിട്ടിയില്ല. എന്നാ ഞാനൊരു പാട്ട് പറഞ്ഞു തരട്ടെ. മാനസനിളയിൽ പൊന്നോളങ്ങൾ. ഇത് ധ്വനിയിലത്തെ പാട്ടായിരുന്നു കേട്ടോ. ആണോ? കുഴപ്പമില്ല. എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ഒന്നും കൂടെ നമുക്കൊന്ന് പയറ്റി നോക്കാം. ഓക്കെ ഓക്കെ സുമ, താങ്ക് യു സോ മച്ച്. നമ്മൾ വിളിച്ചത് സുമയായിരുന്നു. സുമയുടെ പേര് എഴുതാൻ വേണ്ടി പേപ്പറിൽ ഞാൻ ഇങ്ങനെ എന്താ പറയുക പേനയും പേപ്പറും ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കായിരുന്നു. പക്ഷെ ഒരെണ്ണത്തിന് ആൻസർ കിട്ടിയില്ല സുമയ്ക്ക്. കുഴപ്പമില്ല, ഇറ്റ് ഹാപ്പൻസ് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത കോളിലേക്ക് കിടക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? മീന. റമീന. ഓക്കെ, മീന എന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഓക്കെ, റമീന എവിടുന്നാ വിളിക്കണേ? ഈശ്വര, വെറുതെ ഓരോന്നും പറയരുത് കേട്ടോ. ഞാൻ ഇവിടെ എന്താ പറയാ, ഫിലിംസ് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലല്ല, കഷ്ടമുണ്ട് കേട്ടോ റമീന. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ അങ്ങോട്ട് ഫിലിംസ് ആണോ? അപ്പൊ അത് വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ. അത് എനിക്ക് ശ്വാസം എടുക്കാനുള്ള സമയമെങ്കിലും തരൂ. ഓക്കെ, അപ്പൊ എന്തായാലും റമീന നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. അതുകൊണ്ടാണോ അതിനു മുമ്പ് എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് വെച്ചിട്ട് പിന്നെ പുകഴ്ത്തിയേക്കാന്ന് വിചാരിച്ചത്? ആണോ? അതെ അല്ലെ, അതുകൊണ്ട് ആദ്യമേ പറഞ്ഞതാണ് അല്ലേ? ആണോ? താങ്ക് യു സോ മച്ച്. ഓക്കെ റമീന, അപ്പൊ ഇന്ന് നമുക്ക് ഇത്തിരി സമയമുള്ളൂ. ഞാൻ ഗെയിമിലേക്ക് കിടന്നോട്ടെ. ആദ്യത്തെ ഫിലിം ഞാൻ തരുന്നത് പാഥേയം. ഈശ്വര. ഓക്കെ, എന്നാ ഇത് പറയൂ. വർണ്ണപ്പകിട്ട്, അതിലൊരു പാട്ട്. തുള്ളികളോ. ഓക്കെ, അടുത്തത് കളിയാട്ടം. കളിയാട്ടത്തില് അറിയാമോ? അറിഞ്ഞു, എനിക്കറിയില്ല എന്നല്ലേ. അടുത്തത് സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട് കേട്ടോ. അത് അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമാണ്. ടഫ് അല്ലല്ലോ. അയ്യോ അല്ല, ഞാൻ റമീനെ കൊണ്ട് പാടിച്ചിട്ടേ വിടുള്ളൂ. സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ നമ്മുടെ ശ്രീനിവാസൻ പാടുന്ന ഒരു പാട്ടുണ്ട്. നമ്മളിപ്പോഴും അത് തന്നെ കറക്റ്റ് ആണ്. ഇനി എനിക്ക് വേണ്ടത് ഡയമണ്ട് നെക്ലസിലെ ഒരു പാട്ട്. അത് തന്നെ. അപ്പൊ റമീന പാഥേയത്തിലെ പാട്ട് പാടിയില്ല, ഞാൻ പാടിക്കോട്ടെ? അതെ, അതെന്താ പാടാഞ്ഞ? ഇപ്പോഴാണോ പാടുന്നേ? ആണോ? കുഴപ്പമില്ല, എന്തായാലും ലാസ്റ്റ് നിമിഷം ഓർമ്മ വന്നല്ലോ. അപ്പൊ കുഴപ്പമില്ല റമീന, എന്തായാലും പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ റമീനയായിരുന്നു വിളിച്ചത്. എന്തായാലും എനിക്ക് ഉറക്കം വന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഓക്കെ, അപ്പൊ എന്തായാലും റമീനയായിരുന്നു കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത കോളിലേക്ക് പെട്ടെന്ന് കിടക്കാം. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? രഞ്ജിത്താണ്. രഞ്ജിത്ത് എവിടുന്നാണ്?
ഏ എവിടുന്നാ? ഓക്കെ. ഇവിടെ എവിടെയാ സ്ഥലം? അബുദാബിയിലാണ് അല്ലേ? ഓക്കെ. രഞ്ജിത്തെ കിടക്കുകയാണോ ഓടുകയാണോ എന്താ ചെയ്യണേ? റൂമിലിരിക്കുകയാണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്നാ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഞാൻ പെട്ടെന്ന് ഒരു 5 ഫിലിമിന്റെ പേര് പറയാം. ഈ 5 ഫിലിമിലെ ഓരോ പാട്ടുകൾ പാടിത്തരണം കേട്ടോ. ആദ്യത്തെ ഫിലിം കാശ്മീരം. ആ കാശ്മീരം. വേഗം. അത് കാശ്മീരാണോ? അല്ല, ചുമ്മാ ഓരോന്ന് പറയല്ലേ. അടുത്തത് അഗ്നിദേവൻ. ആ അഗ്നിദേവൻ അഗ്നിദേവൻ എന്ന് പറഞ്ഞിട്ട് അതിലെ പാട്ട് മാത്രം പറയുന്നില്ല. എന്നാ അടുത്തത് പറഞ്ഞു തരാം. കാരിസ്ഥൻ. ആ കാരിസ്ഥൻ. അവിടെ ഓക്കെ. അവിടെ ഇത്ര അധികം ആൾക്കാരുണ്ടായിട്ട് 2 ഫിലിമിലെ പാട്ട് പറഞ്ഞില്ല കേട്ടോ, മോശമാണ്. അടുത്തത് ആണോ? വടക്കുന്നാഥനിലെ പറയൂ. രഞ്ജിത്തെ, ഇത് പ്രോഗ്രാം മനസ്സിലായല്ലോ, ഇത് ഗെയിം ഷോ ആണ്. നമ്മൾ എന്താ പറയാ, ഒരു പ്രൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗെയിമിൽ കോമ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ വടക്കുന്നാഥ് എന്ന് പറഞ്ഞ മലയാളം ഫിലിമിലെ ഒരു പാട്ട് പാടും. ഓക്കെ, കറക്റ്റ് ആണ്. ലാസ്റ്റ് മൂവി ഒരേ കടൽ. ഒരേ കടൽ അറിയില്ല അല്ലെ? കുഴപ്പമില്ല. എന്തായാലും എന്താ പറയാ, 3 എണ്ണത്തിന് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു അറ്റംപ്റ്റ് ആണ്. നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. താങ്ക് യു. കാരണം നമ്മൾ എന്താ പറയാ, ഒത്തിരി പേര് ട്രൈ ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നവരാണ് ഒത്തിരി പേരുണ്ട് അടുത്ത്, അതൊക്കെ അറിയാം. പക്ഷെ എന്നിരുന്നാലും ഒരു ഗെയിം ഷോ അല്ല, ഒരു കോമ്പറ്റീഷൻ ആണെന്ന് പറയാം അല്ലെ. അപ്പൊ പ്രൈസിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരായിട്ട് കോമ്പീറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു സീരിയസ്നെസ് അത്രേ വേണ്ടു. അപ്പൊ എന്തായാലും നമുക്ക് ലാസ്റ്റ് കോളിലേക്ക് പെട്ടെന്ന് കിടക്കാം. ഹലോ ഹലോ, കോൾ ഉണ്ടോ? ആ, ഇതാരാണ്? സ്വാതിയാണ്. സ്വാതി, സ്വാതി നമ്മുടെ ലാസ്റ്റ് കോൾ ആയിരുന്നോ കഴിഞ്ഞ ഏതെങ്കിലും ദിവസം? ഇന്നലെ ലാസ്റ്റ് കോൾ ആയിരുന്നു. ഇന്നും അതെ, ലാസ്റ്റ് കോളറാണ് കേട്ടോ. സ്വാതിക്കായിരുന്നു ഇന്നലെ പ്രൈസ് കിട്ടിയിരുന്നേ. ഓക്കെ. അപ്പൊ ഇന്നും പ്രൈസ് കിട്ടുമോ നോക്കി നോക്കാം നമുക്ക്. സ്വാതിക്ക് ഞാൻ തരുന്ന ആദ്യത്തെ ഫിലിം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ആ, അടുത്തത് റോക്ക് ആൻഡ് റോൾ. ഓ മാമ 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 ചന്ദമാമ. ആ, അടുത്തത് ഉസ്താദിലൊരു പാട്ട് പാടാമോ? ഉസ്താദ്. അത് തന്നെ. അടുത്ത മൂവി വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. കോലോണ്ട് തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട. അടുത്താണ്, കറക്റ്റ് ആണ്. അടുത്തത് നമ്മൾ. ഓക്കെ. അപ്പൊ എന്തായാലും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, റോക്ക് ആൻഡ് റോൾ, വാസന്തി ലക്ഷ്മി, ഉസ്മ കറക്റ്റ് ആണ് കേട്ടോ. 5 ഇടത്തിലെയും പാട്ട് പാടി. അപ്പൊ എന്തായാലും കറക്റ്റ് ആണ് സ്വാതി പറഞ്ഞിരിക്കുന്നത്. ഇന്നും ലാസ്റ്റ് കോളർ ആണ്. ഇന്നും പ്രൈസ് കിട്ടുമോ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. ഈശ്വര. സ്വാതി, ഞാൻ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട എന്ന് പറയൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ നമ്മൾ വിളിച്ചത് സ്വാതി ആയിരുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ എന്തായാലും വിന്നറെ കണ്ടുപിടിക്കാനുള്ള സമയമാണ്. ഞാൻ സ്വാതിയുടെ പേരും കൂടി ഇങ്ങനെ എഴുതിയിടായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം ഇന്ന് ആർക്കായിരിക്കും ഹൈവേ റെസ്റ്റോറന്റ് ഫുഡ് കൂപ്പൺ കിട്ടാൻ പോകുന്നതെന്ന്. ഒരുവിധം എല്ലാവരും തന്നെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം ഇന്ന് ആരായിരിക്കും വിന്നർ എന്നുള്ളത്.
അയ്യോടാ, ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് രേഷ്മയാണ്, രേഷ്മ റെജിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കുറെ നാളത്തെ പരാതിയാണ് രേഷ്മയ്ക്ക്, പ്രൈസ് കിട്ടുന്നില്ല എന്ന്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് രേഷ്മ, നമ്മുടെ ഫ്രൈഡേ സ്പെഷ്യൽ വിന്നർ ആണ് കേട്ടോ. ഹൈവേ റെസ്റ്റോറന്റ് സ്പോൺസർ ചെയ്യുന്ന ഫുഡ് കൂപ്പൺ ആണ് രേഷ്മ റെജിക്ക് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റ്സ്. അപ്പൊ എന്തായാലും എന്താ പറയുക, വീക്കെൻഡ് ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുക എല്ലാവരും. വെള്ളിയാഴ്ചയൊക്കെയാണ്, പുറത്തൊക്കെ പോയി കറങ്ങി അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊക്കെ ആയിട്ട് വിളിച്ച് പറയാം കേട്ടോ. NTVയുടെ എല്ലാ പ്രോഗ്രാംസും കാണാനും മറക്കരുത്. നാളെ ഇതേ സമയം മിഴിയോരത്തിലൂടെ സദസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.